ഹലോ വെൽക്കം ടു റാൻസ്. ഓക്കെ, മക്കളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ക്ലാസ്സിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് സ്ക്രീനിൽ ഒരു വ്യക്തിയെ കാണാൻ വേണ്ടി പറ്റും അല്ലേ? ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, ആരാണ് ഈ വ്യക്തി എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഓക്കെ സാർ, ഒരു ക്ലൂ തരാം. നമ്മൾ ഈ കാണുന്ന പ്രകാശമൊക്കെ ഉണ്ടല്ലോ, ഈ പ്രകാശനൊക്കെ പാടി പിടിച്ച് ഒരു ചെറിയ ഗോളത്തിനുള്ളിലാക്കിയിട്ട് ഈ ഭൂമിയിലേക്ക് അറിയാൻ നമുക്ക് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ബൾബ് എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടാവും ആരാണ് ഈ വ്യക്തി എന്നുള്ളത്. ആരായിരിക്കും? യെസ്, ഇറ്റ് ഈസ് തോമസ് ആൽവ എഡിസൺ. ഓക്കെ, നമ്മൾ എഡിസൺ ബൾബ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്താണ് ഈ എഡിസൺ ബൾബ്? ഓക്കെ, ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളൊരു ബൾബാണെന്ത്? എഡിസൺ ബൾബ്. അപ്പോൾ കണ്ട പിതാവാണ് ആര്? തോമസ് ആൽവ എഡിസൺ. ഓക്കെ, അപ്പോൾ എഡിസൺ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു ബൾബ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഇൻകാൻസൻ ലാമ്പ് അല്ലെങ്കിൽ ഫിലമെന്റ് ലാമ്പ് എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിനുശേഷം അതിന് 2-4 പോരായ്മകൾ ഉണ്ടായിരുന്നു. ആൻഡ് അതിനെ മറികടന്ന് നമ്മൾ എന്ത് ചെയ്തു? മറ്റൊരു ബൾബ് കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് ഡിസ്ചാർജ് ലാമ്പ്. ഓക്കെ, ആദ്യം നമ്മൾ കണ്ടുപിടിച്ച ആരായിരുന്നു? നമ്മുടെ ഫിലമെന്റ് ലാമ്പ്. ആൻഡ് സെക്കൻഡ് വൺ ആരാണ്? ഡിസ്ചാർജ് ലാമ്പ്. ആൻഡ് തേർഡ് വൺ ഇറ്റ് ഈസ് ഇപ്പോൾ നമ്മൾ നിലവിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന LED. ഹൈലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളാണ് LED. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ബൾബിനെ കുറിച്ചും ഇങ്ങനെ ഡീറ്റെയിൽ ആയി കണ്ടു പോയോക്കാം. ഒന്നാമത്തെ ഫിലമെന്റ് ലാമ്പിനെ കുറിച്ച്, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പോരായ്മകൾ മറികടക്കാൻ വേണ്ടി ഡിസ്ചാർജ് ലാമ്പ് എന്തൊക്കെ ചെയ്തു, ആൻഡ് ഡിസ്ചാർജ് ലാമ്പിൻ്റെ പോരായ്മകൾ മറികടക്കാൻ വേണ്ടിയിട്ട് LED എന്തൊക്കെ ചെയ്തു. ഓക്കെ, ആൻഡ് ദ ഫസ്റ്റ് വൺ ദാറ്റ്സ് ഇറ്റ് ഈസ് ഫിലമെന്റ് ലാമ്പ്. ഈ കാണുന്നതാണ് ഫിലമെന്റ് ലാമ്പിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, ഫിലമെന്റ് ലാമ്പ് എന്താ ചെയ്യുന്നത്? വൈദ്യുതോർജ്ജം, ദാറ്റ് ഈസ് ഇലക്ട്രിക് എനർജിയെ എന്താക്കി മാറ്റും? ആദ്യം ഹീറ്റ് എനർജി ആക്കിയിട്ട് മാറ്റും. ആദ്യം ചൂടാവും, ഹീറ്റ് എനർജി ആക്കിയിട്ട് മാറ്റും. ആൻഡ് പിന്നീടാണ് എന്താക്കി മാറ്റുക? ലൈറ്റ് എനർജി ആക്കിയിട്ട് മാറ്റുക. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെ സംഭവിക്കുന്നത്? ഇവിടെ നോക്കി മക്കളെ, ഇതാണ് ഇലക്ട്രോഡുകൾ. ഈ രണ്ട് വസ്തുക്കളാണെന്ത്? ഇലക്ട്രോഡുകൾ. ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടേക്ക് ഇങ്ങനെ കൊടുത്തു, ഇവിടേക്ക് എന്ത് ചെയ്തു? കറണ്ട് കൊടുത്തു. ഓക്കെ, കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ഇലക്ട്രോഡുകൾ വഴി എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് ഇവിടെ എത്തും. ഇലക്ട്രോൺസ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് എന്ത് ചെയ്യും? അങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. ഈ സൈഡിലേക്ക് മൂവ് ചെയ്യാൻ ഓപ്പോസിറ്റ് ആരുണ്ടാവും? കറണ്ട് പ്രവഹിക്കും. അപ്പോൾ കറണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം H = I²RT. പഠിച്ചിട്ടുണ്ടായിരുന്നു. H = I²RT. ഹീറ്റ്, താപം ഉൽപ്പാദിപ്പിക്കപ്പെടും. ഓക്കെ, അങ്ങനെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തുണ്ടാവും? ധവള പ്രകാശം. എന്താണ് ധവള പ്രകാശം? അല്ലെങ്കിൽ വൈറ്റ് ലൈറ്റ് എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ, എന്താ ചെയ്യുന്നത്? ഇലക്ട്രോഡുകൾക്കിടയിൽ എനർജി കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കറണ്ട് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ഫിലമെൻ്റ് ഹീറ്റപ്പ് ചെയ്യും. അങ്ങനെ ഹീറ്റപ്പ് ചെയ്താൽ ചൂടായിട്ട് എന്ത് ചെയ്യും? അത് ലൈറ്റ് എനർജി ആയിട്ട് എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ അത് ഹീറ്റപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ലൈറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കണം. എന്താണ് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി? അല്ലെങ്കിൽ എന്താണ് ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി എന്തൊക്കെയായിരിക്കും? ആൻഡ് ദിസ് ഈസ് ദ മെറ്റീരിയൽ. എന്താണ് ആ മെറ്റീരിയലിൻ്റെ പേരെന്താണ്? എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ടങ്സ്റ്റൺ ഫിലമെൻ്റ് ആണ്. ഏത് ഫിലമെൻ്റ് ആണ്? ടങ്സ്റ്റൺ ഫിലമെൻറ്റ്. അപ്പോൾ ടങ്സ്റ്റൺ ഫിലമെൻറ്റിന് 1-2 പ്രോപ്പർട്ടീസ് ഉണ്ട്. വെറുതെ കൊണ്ട് കൊടുത്ത് ഉപയോഗിക്കാനൊന്നും പറ്റില്ല. ഓക്കെ, എന്തൊക്കെയാണ് ആ പ്രോപ്പർട്ടി? ഇവിടെ നോക്കിക്കോ. ഒന്ന്, ഉയർന്ന റെസിസ്റ്റിവിറ്റി. ഓക്കെ, ഹൈലി റെസിസ്റ്റീവ്. എന്താ റെസിസ്റ്റിവിറ്റി കൂടിയാൽ വേണം? റെസിസ്റ്റൻസ് കൂടും, മീൻസ് എന്ത് ചെയ്യും? അതിൽ ഉണ്ടാകുന്ന ഹീറ്റിൻ്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? കൂടും. മോർ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്താലുള്ള ഗുണം എന്താ? അതെന്ത് ചെയ്യും? മോർ ഹീറ്റിന് വന്നു, ലൈറ്റ് എനർജി കൂടും അല്ലേ? അത് എന്ത് ചെയ്യണം? അത് കുറേ നേരം ഇങ്ങനെ വേണം. ആൻഡ് നെക്സ്റ്റ് വൺ, ഉയർന്ന ദ്രവണാങ്കം അല്ലെങ്കിൽ ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ഇതെങ്ങനെ ചൂടാക്കുകയാണ്? ഓക്കെ, 10 മിനിറ്റ് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ ഫിലമെൻ്റ് പൊട്ടിപ്പോവാ. വല്ല കാര്യമുണ്ടോ? ഇല്ല. എന്ത് ചെയ്യണം? ഫിലമെൻ്റ് അത്രയും റെസിസ്റ്റ് ചെയ്യണം. ഇത്ര ചൂട് കിട്ടിയാലും എന്ത് ചെയ്യും? ഒരു കുലുക്കൊന്നും ഇല്ലാതെ അവിടെ നിൽക്കണം. നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഉരുകാൻ പാടില്ല. എത്രയും ഹീറ്റ് കിട്ടിയാലും എന്ത് ചെയ്യാൻ പാടില്ല? അത് ഉരുകാൻ പാടില്ല. ഉരുകാൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ അതിന് എന്ത് വിളിക്കുന്ന പേരാണിത്? മെൽറ്റിംഗ് പോയിന്റ്. ഉരുകുന്ന ടെമ്പറേച്ചറാണെന്ത്? മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ദ്രവണാങ്കം. അത് വളരെ കൂടുതലായിരിക്കണം. ഓക്കെ, ആൻഡ് മറ്റൊരു പ്രോപ്പർട്ടി, ഈ 2 പ്രോപ്പർട്ടിയുള്ള ഒരാളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാണ് ഈ 2 പ്രോപ്പർട്ടിയുള്ള വേറൊരാൾ? ഇറ്റ് ഈസ് ഹീറ്റിംഗ് കോയിൽ, നിക്രോം. ഓക്കെ, പക്ഷെ നിക്രോം നമുക്കിവിടെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഇതാണ് ആ കാരണം. എന്തില്ല? നിക്രോമിന് എന്ത് പ്രകാശം തരില്ല? ധവള പ്രകാശം തരില്ല. ടങ്സ്റ്റൺ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ധവള പ്രകാശം. എന്താ ധവള പ്രകാശം എന്ന് പറഞ്ഞാൽ? വൈറ്റ് ലൈറ്റ് ഒന്നുമില്ല. എന്താണ്? വെള്ളപ്രകാശം. അങ്ങനെ ചെയ്താലും മതി. ധവള പ്രകാശം എന്ന് പറഞ്ഞാൽ വെള്ളപ്രകാശം തരാനുള്ള കൈവാരിക്കാനുള്ളത് ടങ്സ്റ്റൺ മാത്രമാണുള്ളത്. ഓക്കെ, കഴിഞ്ഞോ? ഇതോടുകൂടി കഴിഞ്ഞോ ഫിലമെന്റ് ലാമ്പിനെ കുറിച്ച്? ഇല്ല. ഫിലമെന്റ് ലാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ടങ്സ്റ്റൺ ഒക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ ഞാനൊരു കവർ കൊണ്ട് ഇങ്ങനെ മൂടിക്കണം. ഇതിനെ ഒരു ചെറിയ ട്യൂബൊക്കെ ഇട്ടാണ് ഇങ്ങനെ മൂടിക്കണം. ഇതിനെ ട്യൂബ് ഇട്ട് മൂടിയത് എന്തിനു? കാരണം ഓഫ് കോഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു ഫിലമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഫിലമെന്റിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യണം. അങ്ങനെ ഓക്സിഡേഷനെ എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യണം. അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് വെച്ചിട്ടുണ്ടെങ്കിലും ഇത് എന്ത് ചെയ്യും? ഞാനൊരു നൈട്രജൻ പോലുള്ള വാതകങ്ങൾ കൊടുക്കും. അല്ലെങ്കിൽ എന്തിനുണ്ട് അവിടെ ആ ഒരു വാതകം കൊടുക്കാനുള്ള കാരണം? എനിക്ക് എന്ത് ചെയ്യേണ്ടി? ഈ ഫിലമെന്റിന്റെ ഓക്സിഡേഷൻ തടയണം. ഈ ഫിലമെന്റിന്റെ ഓക്സിഡേഷൻ എന്ത് ചെയ്യണം? തടയണം. അത് തടയാൻ വേണ്ടിയിട്ടാണ് ആരെ കൊടുത്തിട്ടുള്ളത്? ലോ പ്രഷറിൽ നൈട്രജൻ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഈസ് ലോ പ്രഷറിൽ ആരെ കൊടുത്തുക്കണോ? നൈട്രജനെ അതിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്.
ക്ലിയർ ഓക്കെ. ബട്ട് ഇതിന് എന്നാലും ഒരു പ്രോപ്പർ കുഴപ്പമുണ്ട്. ഇത് എന്ത് എനർജി ഉണ്ടാക്കുന്നത്? ആദ്യം ഹീറ്റ് എനർജി ഉണ്ടാക്കും, എന്നിട്ട് ആരുണ്ടാക്കുള്ളൂ? ഇലക്ട്രിക് ലൈറ്റ് എനർജി ഉണ്ടാക്കുള്ളൂ. മീൻസ് കൊടുക്കുന്ന എനർജിയുടെ ഒരു മേജർ പോർഷൻസും എന്തായിട്ട് മാറുകയാണ്? ഹീറ്റായിട്ട് പോവുകയാണ്. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഇതിനെ വല്ലാണ്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ വാട്ട് ടു ഡു? ഇറ്റ് ഈസ് ദ നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് ദ ഡിസ്ചാർജ് ലാമ്പ്. രണ്ടാമത്തെ ആളാരാണ്? ഡിസ്ചാർജ് ലാമ്പ്. ഓക്കെ, ഈ ഡിസ്ചാർജ് ലാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ചാർജ് ലാമ്പിൻ്റെ പ്രവർത്തനം നമ്മൾ ഡീറ്റെയിൽ ആയി കാണാൻ എന്ത് ചെയ്യും, മറ്റൊരു വീഡിയോയിൽ വന്നിട്ട് എന്തായാലും പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഡിസ്ചാർജ് ലാമ്പ് കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു ലാമ്പാണ് എന്ന് പറയുന്നത് LED. എന്താണ്? LED. ഓക്കെ, LED ആണ് നമ്മൾ അവസാനമായി എത്തിയിട്ടുള്ളതാണ് LED. എന്തുകൊണ്ടാണ് നമ്മൾ ഡിസ്ചാർജ് ലാമ്പിനെ പറയാതെ? ഡിസ്ചാർജ് ലാമ്പിന് എന്ത് ചെയ്യും, മെർക്കുറി നമ്മൾ ഉപയോഗിക്കും. എന്ത് ഉപയോഗിക്കണം? മെർക്കുറി ഉപയോഗിക്കും. ബട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു LED എന്തില്ല, ഫിലമെൻ്റ് ഇല്ല. അപ്പോൾ ഹീറ്റപ്പ് ചെയ്ത് പോലെ എനർജി എന്ത് ചെയ്യില്ല, ഹീറ്റപ്പ് ചെയ്ത് പോലെ. ആൻഡ് സെക്കൻഡ് വൺ, അവിടെ എന്തില്ല, മെർക്കുറിയും ഇല്ല. ഇതില്ല, മെർക്കുറിയും ഇല്ല. സോ അവിടെ ഫിലമെൻറ്റും ഇല്ല, അതേപോലെ എന്തുമില്ല, മെർക്കുറിയും ഇല്ല. എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ധാരാളമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. കാരണം ഇത് എന്ത് കുറവാണ്? ലോ കോസ്റ്റ്, ചിലവ് കുറവാണ്. നല്ല ആയുസുണ്ട്, കുറേ കാലം നിന്നോളും. ആയുസോടുകൂടി അങ്ങനെ ലോങ് ലൈഫ് ജീവിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ പ്രവർത്തനക്ഷമത കൂടുതലാണ്. അതായത് കുറച്ച് പവർ കൊടുത്താൽ മതി, കുറേ എന്താ നന്നായിട്ട് കത്തിക്കോളും. ഓക്കെ, ഇപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒക്കെ എന്ത് ലൈറ്റ് ഉണ്ട്, ഒക്കെ LED ആണ്. ഓക്കെ, ഒക്കെ എന്താണ്? LED ആണ്. ആൻഡ് ഈ LED മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതാൻ വേണ്ടി പറ്റുന്നൊരു പോയിൻ്റാണ് എന്ത്, ഫിലമെൻറ്റോ മെർക്കുറിയോ ഇതിലെന്തില്ല, ഉപയോഗിക്കുന്നില്ല. ഓക്കെ, ഇനി എങ്ങനെ എക്സാമിന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്ന സാധനമാണ് ഈ ഒരു നമ്മുടെ ഡിസ്ചാർജ് ലാമ്പിൻ്റെ പ്രവർത്തനം. ഓക്കെ, ഡിസ്ചാർജ് ലാമ്പിൻ്റെ പ്രവർത്തനം എന്താണ്? ഡിസ്ചാർജ് ലാമ്പിൻ്റെ പ്രവർത്തനം നമ്മളൊന്ന് ഡീറ്റെയിൽ ആയി കാണാൻ ചെയ്യും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത വീഡിയോ ആയിട്ട് കാതുക. ഓക്കെ.